നമസ്കാരം. ആയിരക്കണക്കിന് ട്രാക്ടറുകളും പതിനായിരക്കണക്കിന് കർഷകരുമായി രാജ്യം കണ്ട എക്കാലത്തെയും കർഷക പ്രക്ഷോഭങ്ങളെ കവച്ചുവെക്കുന്ന ഒരുക്കവുമായി അവർ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് മാർച്ച് ചെയ്യുമ്പോൾ ആ സമരാരവം നരേന്ദ്രമോദി സർക്കാരിൻ്റെ കോട്ടകൊത്തളങ്ങളുടെ അടിത്തറക്കല്ലുകളെ വിറകൊള്ളിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. 200-ലധികം കർഷക യൂണിയനുകൾ പഞ്ചാബിൽ നിന്ന് ദില്ലി ചലോ മാർച്ച് ആരംഭിക്കാനിരിക്കെ കർഷക ശക്തിയെ പ്രതിരോധിക്കാൻ ഡൽഹിയുടെ അതിർത്തികളിൽ സെക്ഷൻ 144 പ്രകാരമുള്ള നിരോധന ഉത്തരവുകൾ ഏർപ്പെടുത്തിയാണ് ഡൽഹി പോലീസ് ജാഗരൂകമാകുന്നത്. ക്രമസമാധാന പാലനം ഉറപ്പാക്കാൻ അതിർത്തി പ്രദേശങ്ങളിൽ പോലീസ് ബാരിക്കേഡുകൾ സ്ഥാപിക്കുകയും നഗരപ്രാന്ത ജില്ലകളിൽ DCP തലത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം ഉറപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. വിളകൾക്ക് മിനിമം താങ്ങുവില അഥവാ MSP ഉറപ്പു നൽകുന്നതിനുള്ള നിയമനിർമ്മാണം ഉൾപ്പെടെ തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതിനായി സമ്മർദ്ദം ചെലുത്താൻ കർഷക നേതാക്കൾ വൈകുന്നേരം 5 മണിക്ക് കേന്ദ്ര സർക്കാരിനെ കാണും. സംയുക്ത കിസാൻ മോർച്ചയുടെയും കിസാൻ മസ്ദൂർ മോർച്ച ഒരു വിഭാഗവും ഫെബ്രുവരി 13 ദില്ലി ചലോ ആഹ്വാനത്തിന് മുന്നോടിയായി ഫെബ്രുവരി 16 ഗ്രാമീണ ഭാരത് ബന്ദിനുള്ള മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. ഗ്രാമീൺ ഭാരത് ബന്ദ് രാവിലെ 6 മുതൽ വൈകിട്ട് 4 വരെ നടക്കുമ്പോൾ ഉച്ചയ്ക്ക് 12 മുതൽ 4 വരെ രാജ്യവ്യാപകമായി പ്രധാന റോഡുകളിൽ കർഷകർ വൻ ചക്രസ്തംഭനം നടത്തും. പഞ്ചാബിൽ മിക്ക സംസ്ഥാന ദേശീയ പാതകളും 4 മണിക്കൂർ അടച്ചിടും. ഡൽഹിയിലേക്കുള്ള ദില്ലി ചലോ മാർച്ചിന് മുന്നോടിയായി ഗാസിപൂർ അതിർത്തിയിൽ ദ്രുതകർമ്മ സേന ഉദ്യോഗസ്ഥരെ വിന്യസിക്കുകയും സുരക്ഷ ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രതിഷേധക്കാർ ഡൽഹിയിൽ പ്രവേശിക്കുന്നത് തടയാൻ അംബാലയിൽ ശംഭു അതിർത്തി അടച്ചപ്പോൾ സിംഗു അതിർത്തിയിലും ബാരിക്കേഡുകൾ സ്ഥാപിച്ചിരിക്കുകയാണ്. വരുന്ന പ്രതിഷേധക്കാർ കാരണം ക്രമസമാധാന പ്രശ്നമില്ലെന്ന് ഉറപ്പാക്കാൻ ഔട്ടർ നോർത്ത് ജില്ലകളിലെ DCP തല ഓഫീസർമാരും സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുകയാണ്. ദില്ലി ചലോ മാർച്ചും പ്രതിഷേധക്കാർ ട്രാക്ടറുകളിൽ നഗരത്തിലേക്ക് അടുക്കാനുള്ള സാധ്യതയും കണക്കിലെടുത്താണ് തിങ്കളാഴ്ച അർദ്ധരാത്രിക്ക് ശേഷം ഗാസിപൂർ, തിക്രി, സിംഗു അതിർത്തികളിൽ സെക്ഷൻ 144 ഏർപ്പെടുത്തിയത് എന്ന് ഡൽഹി പോലീസ് അറിയിച്ചു. കർഷക യൂണിയൻ നടത്തിയ ദില്ലി ചലോ മാർച്ചിന്റെ വെളിച്ചത്തിൽ ഇന്നു മുതൽ വാണിജ്യ വാഹനങ്ങൾക്ക് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയതായും ഡൽഹി ട്രാഫിക് പോലീസ് അറിയിച്ചു. കർഷക യൂണിയനുകൾ സംഘടിപ്പിക്കുന്ന ദില്ലി ചലോ മാർച്ചിന്റെ വെളിച്ചത്തിൽ ഡൽഹിക്ക് ചുറ്റുമുള്ള നഗരങ്ങളിൽ ഫെബ്രുവരി 13 അർദ്ധരാത്രി വരെ ഇന്റർനെറ്റ് സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. പ്രദേശത്തെ ജീവനും സ്വത്തും സംരക്ഷിക്കാനും അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാനും ക്രമസമാധാന പാലനം നടത്താനും ഹരിയാന, ഡൽഹി അതിർത്തികളുടെ ഇരുവശങ്ങളിലും കൂറ്റൻ കോൺക്രീറ്റ് ബ്ലോക്കുകൾ, റോഡ് സ്പൈക്ക് ബാരിയറുകൾ, മുള്ളുവേലികൾ എന്നിവ സ്ഥാപിച്ചിട്ടുണ്ട്. അവയുടെ അരികുകൾ കട്ടിയുള്ള ലോഹ ഷീറ്റുകൾ കൊണ്ട് മൂടിയിരിക്കുന്നതിനാൽ ഒരു വാഹനത്തിനും കടന്നുപോകാൻ കഴിയില്ലെന്ന് ഉറപ്പുവരുത്തിയാണ് പോലീസ് സന്നാഹമൊരുക്കിയത്. തോക്കുകൾ, വാളുകൾ, തൃശൂലം, കുന്തങ്ങൾ, ലാത്തികൾ, വടികൾ എന്നിവയുൾപ്പെടെയുള്ള ആയുധങ്ങൾ കൈവശം വെക്കുന്ന ആരെയും ഉത്തരവനുസരിച്ച് പോലീസ് കസ്റ്റഡിയിലെടുക്കുമെന്നും IPC സെക്ഷൻ 188 പ്രകാരം ശിക്ഷിക്കപ്പെടുമെന്നും പ്രതിഷേധക്കാരെ കയറ്റുന്ന വാഹനങ്ങൾ നഗരത്തിലേക്ക് കടക്കുന്നത് തടയാൻ ബാരിക്കേഡുകൾക്കൊപ്പം ആണികളും സ്ഥാപിച്ചിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചു. സുരക്ഷ ഉറപ്പുവരുത്താനും കിംവദന്തികൾ പരക്കുന്നത് തടയാനും അംബാല, കുരുക്ഷേത്ര, കൈതാൽ, ജിന്ദ്, ഹിസാർ, ഫത്തേഹാബാദ്, സിർസ തുടങ്ങിയ ഹരിയാനയിലെ 7 ജില്ലകളിൽ ഫെബ്രുവരി 13 വരെ ഇന്റർനെറ്റ് സേവനങ്ങൾ നിർത്തിവച്ചിരിക്കുകയാണ്. തലസ്ഥാനം സ്തംഭിക്കുമെന്നുറപ്പുള്ള സമരം ദില്ലി പട്ടണത്തെ ആലിംഗനം ചെയ്യുന്നതിനു മുമ്പ് സർക്കാർ കർഷകരുടെ ആവശ്യങ്ങൾക്ക് ചെവികൊടുക്കുമോ എന്നും തികച്ചും നിഷേധാത്മകമായി ആയുധങ്ങൾ കൊണ്ട് നേരിടുമോ എന്നും കാത്തിരുന്നു കാണാം.